അതെ 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 ഫ്ലവർ എലിഫന്റ് ഫ്ലവർ എലിഫന്റ് ഫ്ലവർ എലിഫന്റ് അതെ. ഇതില് കാണാൻ നല്ല രസമുണ്ട്. തല കറങ്ങുന്ന റൂം. അത് പൊളിഞ്ഞു പോകുന്നു. ബൈ ബൈ ഫിഷ്, ഞങ്ങൾ പോവാട്ടോ, നീ ഇവിടെ നീന്തി കളിച്ചോ. ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങൾ നമ്മളുടെ കൂടെ എപ്പോഴും ട്രിപ്പ് വരുന്ന 2 പേരുണ്ടല്ലോ, നമ്മുടെ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രശാന്തും ദിവ്യയും. അവരുടെ വീട്ടിൽ ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മെമ്പറിൻ്റെ കൂടെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാം, അല്ലെങ്കിൽ ഒന്ന് വെറുതെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ അതിനുള്ളൊരു അവസരം ഒത്തു വന്നില്ല, ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിനുള്ള അവസരം ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ന്യൂ മെമ്പറിനെ ആദ്യം കാണാം. ഇതാണ് കേട്ടോ അവരുടെ ന്യൂ മെമ്പർ, റേഞ്ച് റോവർ. അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല, അവരുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ മേളിൽ നിന്ന് നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി ഒന്ന് സെറ്റിൽ ആകാമെന്ന് വിചാരിച്ചു. അവരിപ്പോൾ വരും. ഞങ്ങളെല്ലാവരും ഇവിടെ ടോക്കിയോയിലുള്ള അസബുദായ് ഹിൽസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. 4:30 ആകുമ്പോഴത്തേനും ശരിക്കും ഞങ്ങൾ അവിടെ എത്തണമായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 4 മണിയായി. ഇനി 5 മണിയാവാൻ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ വേഗം ചെന്നിട്ട് ഈ ബിൽഡിങ് കണ്ടുപിടിക്കണം. ഫൈനലി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് പോകേണ്ട ബിൽഡിങ്ങിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് വഴി തെറ്റിയത്. ഇനി 10 മിനിറ്റ് ആകെ കയ്യിലുള്ളൂ. അതിൻ്റെ ഇടയിൽ 100 വിട്ടാലാണ് ഞങ്ങൾ 5 മണിക്കെങ്കിലും അവിടെ എത്തുക. ഇവിടെ എങ്ങാനും വല്ല ബിൽഡിങ്ങിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു മ്യൂസിയത്തിലാണ് പോകുന്നത്. ഇത് ടീം ലാബ്സ് ബോർഡർലെസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയമാണ്. ആക്ച്വലി എനിക്ക് മ്യൂസിയം ഒന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ മ്യൂസിയം ടെക്നോളജി വെച്ചിട്ട് ഫുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ ജപ്പാനും ടെക്നോളജിയും വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനമുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടെക്നോളജി മ്യൂസിയം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, ടീം ലാബ് ബോർഡർലെസ്. 5 മണിക്കുള്ളിൽ നമ്മൾ 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അത് ക്യാൻസലായി പോകുന്നതാണ് തോന്നുന്നത്. അത് ഷുവർ അല്ല. അപ്പം നമ്മൾ അത് നോക്കുമോ? കിട്ടി. ഇതാണ് ടീം ലാബ് മോരി ബിൽഡിംഗ് ആർട്ട് മ്യൂസിയം. വാണ്ടർ, എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ. ഇവിടെ വരാനായിട്ട് നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പണ്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കായിരുന്നു, ഇപ്പോൾ പക്ഷെ അവരത് ക്യാൻസലാക്കി. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വീക്ക് ഡേയ്സിൽ 3600 ഒരു അഡൾട്ടിന്. ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ ഈ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വന്ന ദിവസം ഒരാൾക്ക് 4200 രൂപയായിരുന്നു. ആദ്യം തന്നെ ഇവർ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. എന്റെ ചെരുപ്പ് ബ്ലാക്ക് തന്നെയാ. ശരിയാണല്ലോ, എന്റെ ചെരുപ്പിന് മാറ്റമൊന്നുമില്ല. ഈ ഏരിയ മുഴുവൻ ഭയങ്കര ബ്ലാക്ക് ആൻഡ് ഡാർക്ക് കേട്ടോ. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ വീഴാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഈ മ്യൂസിയത്തിൽ 75 ആർട്ട് വർക്കുകളാണുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ വോളിലൊക്കെ വരുന്ന ഈ ആർട്ട് വർക്കുകൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ മ്യൂസിയത്തിനുള്ളിലോട്ട് കയറി വന്നപ്പോൾ തന്നെ അവിടെ വാണ്ടർ, എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് കയറിയപ്പോഴാണ് കറക്റ്റ് ആണെന്ന് മനസ്സിലായത്. കാരണം ഇവിടെ റൂട്ട് മാപ്പോ നമുക്ക് ഓരോ റൂമിന്റെ നമ്പറോ ഒന്നും ഇവർ ഇട്ടിട്ടില്ല. നമ്മൾ തേടി പിടിച്ച് ഓരോ റൂമിലും പോയിട്ട് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ചില റൂംസ് ഒക്കെ മിസ് ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. നമ്മൾ ഇരിക്കുവാണോ? നടക്കണ്ടേ? നമുക്ക് മൊത്തം നോക്കാം.
Now only time our time started. ഇതിനുള്ളിൽ ഈ ചുമരുകളിൽ മാത്രമല്ല ഈ ആർട്ട് വർക്കുകളൊക്കെ വരിക. നമ്മൾ നടക്കുന്ന ഫ്ലോറിലും നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെയും നമ്മുടെ ചുറ്റും ഫുള്ള് ഈ ആർട്ട് വർക്കുകളായിരിക്കും. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ആർട്ട് വർക്കുകളുടെയൊക്കെ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മീനിങ് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഈ ആർട്ട് വർക്കിനോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്നും അവരുമായിട്ട് നമുക്ക് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും നോക്കാൻ പോയില്ല. ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു വേൾഡിൽ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇല്ല. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിലെ ആർട്ട് വർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, പുതിയത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു റൂം കണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നാൽ വേറൊരു ആർട്ട് വർക്ക് ആയിരിക്കും ഇവിടെ നമ്മൾ കാണുക. ഇവിടെയുള്ള പല ആർട്ട് വർക്കും നമ്മൾ വാളിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്ന് നോക്കുമ്പോഴാണ് അതിലെന്തെങ്കിലും ആനിമൽസ് ഉണ്ടോ, ബേർഡ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഹിഡൻ ആയിട്ട് ഇരിപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വാളിൽ നിറച്ച് ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അത് മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് ദൂരെ നിന്ന് മാറി നോക്കുമ്പോഴാണ് നമുക്കതിൽ എന്തൊക്കെ ആനിമൽസും ബേർഡ്സും ഒക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാവുക. അതിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ആനിമൽസും ബേർഡ്സും ഒക്കെ ഫ്ലവേഴ്സും ലീവ്സും പെറ്റൽസും ഒക്കെ ആയിട്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് കവി എന്താ ഉദ്ദേശിച്ചെന്ന് സത്യത്തിൽ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. പക്ഷെ നമ്മൾ പണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റം മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബബിൾ റാപ്പ് ഇല്ലേ, അത് പൊട്ടിക്കുന്ന സുഖം ഉണ്ടായിരുന്നു. ഇത് ഓരോ സാധനങ്ങൾ പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഫ്ലവറും പെറ്റൽസും ഒക്കെ വരുന്നത് കാണാൻ. അതല്ല, കിളികളൊക്കെയാണ് പൊട്ടിപ്പോണത്. ആ ഭാഗം പൊട്ടിപ്പോയി. ആനിമൽസിനെ മാത്രം ഇതൊരു ഓക്സോ ഓ, അതിനെ മൊത്തം നീ പൊളിച്ചടിക്കും. അയ്യോ, പ്രചോദനാണല്ലേ. നല്ല സുഖമുണ്ട്. ഈ റൂം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. ഇവിടുത്തെ ആർട്ട് വർക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന സ്മോക്കിനകത്താണ്. അത് ആ സ്മോക്കിന്റെ താഴെ നിൽക്കുമ്പോൾ വളരെ റിഫ്രഷിംഗ് ആയിട്ടൊരു ഫീലും. ഇരുട്ടായല്ലോ. വള്ളിയോ? അവിടുന്ന് നോക്കുമ്പോ അത് വള്ളിയ. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും അടുത്തോട്ട് വന്ന്. അവിടെ അടിപൊളിയാ. ഫോട്ടോ അല്ല, വീഡിയോ. നല്ല രസം കാണാൻ പറ്റുന്നുണ്ട്. Bubble universe. Bubble universe. Some formula is written. I don't know what exactly is written. Isometric plan. Look inside. അതാ, പക്ഷെ ഇതൊക്കെ ശരിക്കും ക്യാമറ ആണ്. ലുക്ക് കെയർഫുൾ, ലുക്ക് ഡൗൺ. ശരിക്കും ക്യാമറ കൊണ്ടുവരണം. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഇനി എപ്പോഴെങ്കിലും പ്ലാനറ്റിൽ പോകണം, പ്ലാനറ്റിൽ യൂസ് ചെയ്യുന്നത്. സോറി. ഓക്കെ ഓക്കെ. അത് ലാമ്പെല്ലാം അടിക്കാതിരിക്കാൻ.
ഇതാണ് ബബിൾ യൂണിവേഴ്സ്. ഫിസിക്സും ഫിക്ഷൻ തിയറിയൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സാണിത്. ആയ കാലത്ത് ഫിസിക്സ് പഠിച്ചില്ല, അതുകൊണ്ട് ഇവിടെ ഇതിനെപ്പറ്റി എഴുതി വെച്ചിരുന്നൊന്നും വായിക്കാനും നിന്നില്ല. അല്ലാണ്ട് വായിച്ചാലൊന്നും മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ലാട്ടാ. പക്ഷെ ഇതിനുള്ളിൽ കയറിയപ്പോ ഭയങ്കര ഒരു മാജിക്കൽ വേൾഡിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ക്യാമറ എടുക്കാൻ വിട്ടുപോയത് ഭയങ്കര മണ്ടത്തരായിട്ട് നമുക്ക് ഇതിനുള്ളിൽ കയറിയപ്പോൾ തോന്നി. ശരിക്കും ഞാൻ ക്യാമറ എടുക്കുന്നതിനെ പറ്റി ഓർത്തതാണ്, പക്ഷേ സൈറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡ് കാരണം ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് ഒന്നും പ്രോപ്പർലി എടുക്കാൻ പറ്റില്ല എന്ന് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ക്യാമറ എടുത്തോണ്ട് വരണ്ടെന്ന് വിചാരിച്ചത്. യൂഷ്വലി ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡ് തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഈവനിങ്ങിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്രൗഡ് കുറവായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി ഈ ഏരിയയിലൊക്കെ ക്യൂ ആയിരിക്കും ഈ റൂമിനുള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറിയപ്പോൾ തന്നെ ഒരു 3 മിനിറ്റ് ഈ റൂമിനകത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിലും നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഇതേ റൂമിൽ വന്ന് വീണ്ടും ഇത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്കേർട്ടോ മാക്സി ഡ്രസ്സോ ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പണി പാളും. ഇവിടെ എല്ലായിടത്തും മിറർ വർക്ക് ഉണ്ട്, ഇൻക്ലൂഡിങ് ഫ്ലോർ. അതുകൊണ്ട് ഇവരുടെ സൈറ്റ് ചെക്ക് ചെയ്ത് ഡ്രസ് കോഡ് നോക്കിയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അവൻ താഴോട്ട് കാണുമ്പം ഇതാണ് സ്കെച്ച് ഓഷ്യൻ. ഇത് കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓഷ്യനിലെ ഏതെങ്കിലും ജീവികളുടെ സ്കെച്ച് ഇവർ തരുന്ന പേപ്പറിൽ വരയ്ക്കാം. വരച്ചിട്ട് അത് ഇവിടെ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ഏത് ജീവിയാണോ അത് ഇവിടുത്തെ ഈ അക്വേറിയത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആമിക്കും സച്ചുവിനും വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ രണ്ടുപേരും വരയ്ക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഈ മീനിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ മീനുകൾ നമ്മൾ സാധാരണ അക്വേറിയത്തിലൊക്കെ കാണുന്ന മീനിനെ പോലെ തന്നെ നമ്മൾ തൊടാൻ ചെല്ലുമ്പോൾ ഓടിപ്പോകും. അങ്ങനെ പിക്കാസോയും മോളും ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞ് അവരുടെ സ്കെച്ച് സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഡ്രോയിങ് കാണാൻ വേണ്ടി ഞങ്ങൾ വെളിയിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹനാമി ക്രിയേഷൻസ്. അത് തിരിഞ്ഞു വന്നല്ലേ? ആമി ഷോ യുവേഴ്സ് ദേർ. ഞങ്ങൾ വരച്ച പോലെ നല്ല Look, it has legs. Look, it has legs. Yeah. ഈ മ്യൂസിയത്തിന്റെ പേര് പോലെ തന്നെ ഈ അക്വേറിയത്തിലെ ഫിഷ് എല്ലാം ഈ അക്വേറിയത്തിനകത്ത് മാത്രമല്ലാതെ ഈ എൻറ്റയർ മ്യൂസിയത്തിന്റെ വോളിലൂടെ എല്ലാം സ്വിം ചെയ്ത് നടക്കും. ഈ കാണുന്ന റൂമിന്റെ പേര് മൈക്രോ കോസ്മോസിസ് എന്നാണ്. ഇതൊരു സ്പേസിന്റെ മോഡൽ പോലെ ഇവർ ചെയ്തിരിക്കുന്നതാണ്. ഓരോ ലൈറ്റ്സും ഓരോ പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലൈറ്റ്സിന്റെ അടുത്ത് വരുമ്പോൾ ഇതിന്റെ ലൈറ്റ് ഒക്കെ മാറി ഡിഫറെന്റ് ലൈറ്റ് വരികയും ഇതിന്റെ സ്പീഡൊക്കെ ഇവർ ക്രമീകരിക്കുകയും ചെയ്യും. നമ്മൾ അടുത്ത് എത്തുന്നത് സ്വന്തമായിട്ട് സെൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്പീഡിലുള്ള മാറ്റങ്ങളും കളറിലുള്ള മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഇതാണ് ഇൻഫിനിറ്റ് ക്രിസ്റ്റൽ വേൾഡ്. ഇതിനുള്ളിൽ 100 കണക്കിന് LED ലൈറ്റിന്റെ സ്ട്രിങ്സ് സീലിംഗിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ പണ്ട് ഫിസിക്സിൽ കാലഡോസ്കോപ്പിനകത്തോടെ നോക്കുമ്പോൾ ലൈറ്റിന്റെ ഒരു പാറ്റേൺ കാണില്ലേ, ആ ഒരു സെയിം ടെക്നോളജിയാണ് ഈ റൂമിനുള്ളിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വല്ലതും ഉണ്ടോ? ഇതിലേക്ക് കേറാൻ പറ്റുന്നല്ലേ? ഗ്ലാസ് ഉണ്ടോന്ന് പേടിയാ. നമ്മൾ ഏതോ ഒരു മൂവിയുടെ സെറ്റിലോ അങ്ങനെ എന്തോ നടക്കുന്ന അങ്ങനത്തെ ഫീലിംഗ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലെ നടക്കുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്തോ നമ്മളൊരു സിനിമയുടെ സെറ്റിലോ നമ്മുടെ അവതാർ മൂവിയുടെ ഒക്കെ സെറ്റ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ നടക്കുന്ന ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മ്യൂസിയത്തിനുള്ളിൽ കയറിയാൽ നമുക്കൊരു 3 മണിക്കൂറൊക്കെ ചുറ്റും നടന്ന് കാണാനുള്ള അത്രയും ആർട്ട് വർക്ക് ഇതിനകത്തുണ്ട്. നമ്മൾ എത്രത്തോളം കണ്ടു എല്ലാം കണ്ടൊന്നൊന്നും ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിനും റൂം നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ തേടി പിടിച്ച് അങ്ങനെ കണ്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കണ്ടു എന്നറിയില്ല. പക്ഷെ ഞങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മടുത്തു. സോ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. സച്ചൊക്കെ ഓഫീസിൽ നിന്ന് എപ്പോഴും പോകുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. അവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണെന്ന് എപ്പോഴും റിവ്യൂവും പറയാറുണ്ട്. അതുകൊണ്ട് ആ റെസ്റ്റോറന്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ഞങ്ങളിവിടെ എത്തിയപ്പോൾ സീറ്റ്സ് എല്ലാം ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വെളിയിൽ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം സീറ്റ് കിട്ടി. സ്ഥിരം ഓർഡർ ചെയ്യുന്ന ബിരിയാണി ഒന്ന് മാറ്റിപ്പിടിച്ച് വേറെ എന്തെങ്കിലും ഇന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓർഡർ ചെയ്ത തന്തൂരി ചിക്കനും ഗോബി മഞ്ചൂരിയനും വന്ന് 1 മിനിറ്റ് തന്നെ കാലിയായി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശയും പൊറോട്ടയും കുൽച്ചയും പൂരിയും ഒക്കെ എത്തി, കൂടെ അതിന്റെ കറികളും. ഇനി ആസ്വദിച്ചിരുന്ന ഫുഡ് കഴിക്കട്ടെ, അതിനുശേഷം നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.